ഈശോയിൽ സ്നേഹമുള്ളവരെ, മാലാഖമാരുടെ അപ്പത്തിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 96 ഇപ്രകാരമാണ് ആരംഭിക്കുക: കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ ആരാധിക്കുവാൻ പോകുന്ന ജനത്തിൻ്റെ മനോഭാവമാണ് സങ്കീർത്തകൻ ഇവിടെ വിവരിക്കുന്നത്. ആഹ്ലാദത്തോടെ കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കുക. നമ്മുടെ ദിവ്യബലി അർപ്പണത്തിൻ്റെ ഏറ്റവും ആരംഭത്തിൽ നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്, പ്രവേശക ഗാനം. ആ പ്രവേശക ഗാനം എന്ത് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ഇന്ന്. നമ്മുടെ ദിവ്യബലി അർപ്പണ ഗ്രന്ഥം റോമൻ മിസ്സാളിൻ്റെ ദിവ്യബലിക്കുള്ള നിർദ്ദേശങ്ങളിൽ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവജനം തയ്യാറായി കഴിയുമ്പോൾ പ്രവേശക ഗാനം ആരംഭിക്കുന്നു. ദൈവജനം തയ്യാറായി കഴിയുമ്പോൾ പ്രവേശക ഗാനം ആരംഭിക്കുന്നു. അതായത് നമ്മൾ പ്രവേശക ഗാനം ആരംഭിക്കുമ്പോഴല്ല നമ്മൾ ദിവ്യബലി അർപ്പിക്കുവാൻ തയ്യാറാകേണ്ടത്. അതായത് പ്രവേശക ഗാനം ആരംഭിച്ച് പുരോഹിതനും ശുശ്രൂഷകരും ബലിവേദിയിൽ എത്തിച്ചേരുമ്പോഴല്ല നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത്. പ്രവേശക ഗാനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അതിനാണ് നമ്മുടെ ദേവാലയങ്ങളിൽ ചെറിയ ഒരു മണിയുള്ളത്. ആ ചെറിയ മണി അടിക്കുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും തുടർന്ന് പ്രവേശക ഗാനം ആരംഭിക്കുകയും ചെയ്യുന്നു. അതാണ് ശരിയായിട്ടുള്ള രീതി. എന്താണ് ഈ പ്രവേശക ഗാനം? ഈ പ്രവേശക ഗാനത്തിന് 4 ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് ബലിയർപ്പണം ആരംഭിക്കുക. രണ്ടാമത്തേത് ഈ ബലിയർപ്പിക്കുവാൻ ദേവാലയത്തിൽ വന്നു ചേരുന്ന ജനങ്ങൾ അത് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് ദുഃഖമായിരിക്കും, ചിലർക്ക് സാമ്പത്തികമായി മുന്നേറിയവരായിരിക്കും, ചിലർ ദരിദ്രരായിരിക്കും. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പശ്ചാത്തലമുള്ള മനുഷ്യർ ഒരുമിച്ച് ചേർന്നാണ് ദിവ്യബലി അർപ്പിക്കേണ്ടത്. അവർ ഒരു ശരീരമായി തീരണം, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായി അവർ മാറണം. അവരാണ് ബലിയർപ്പണത്തിൽ പങ്കുചേരുക. അങ്ങനെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങളെ എല്ലാവരെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് ഒരു ശരീരമാക്കി മാറ്റുക എന്നതാണ് പ്രവേശക ഗാനത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവേശക ഗാനം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആലപിക്കുമ്പോഴാണ് ദിവ്യബലി അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന സമൂഹം മുഴുവനും ഒരു ശരീരമായി ഐക്യത്തിലേക്ക് വരുന്നത്. ആ ശരീരമാണ്, ഐക്യപ്പെട്ട ആ ശരീരമാണ് ദിവ്യബലി അർപ്പിക്കുന്നത്. അപ്പോൾ പ്രവേശക ഗാനം തിരഞ്ഞെടുക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എല്ലാവർക്കും ചേർന്ന് പാടുവാൻ പറ്റിയ പാട്ടുകളാണ് പ്രവേശക ഗാനത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റർജിയുടെ ആ ദിവസത്തെ രഹസ്യത്തിലേക്ക് നമ്മെ നയിക്കുക. ഉദാഹരണത്തിന്, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളാണെങ്കിൽ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളാണെങ്കിൽ, ആ ദിവ്യകാരുണ്യ രഹസ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന രീതിയിലുള്ള ഒരു ഗാനം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തേത് പ്രവേശക പ്രദക്ഷിണത്തിന് അകമ്പടി സേവിക്കുക. ഈ 4 കാര്യങ്ങളാണ് പ്രവേശക ഗാനത്തിൻ്റെ ലക്ഷ്യമായി സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവേശക ഗാനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പ്രവേശക ഗാനത്തിൽ എല്ലാവരും ഒരുമിച്ച് പങ്കുചേർന്ന് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമായി മാറിയിട്ട് ദിവ്യബലി അർപ്പകരായി തീരുക. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.